മിഖോയാൻ ഗുരേവിച്ച് 21 അല്ലെങ്കിൽ മിഗ് 21 6 പതിറ്റാണ്ട് കാലം ഇന്ത്യക്ക് സുരക്ഷയൊരുക്കിയ യുദ്ധവിമാനം. രാജ്യത്തിന്റെ ആദ്യ സൂപ്പർസോണിക് ഫൈറ്റർ ഇന്റർസെപ്റ്റർ എയർക്രാഫ്റ്റ്. 62 വർഷം മുമ്പ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ റഷ്യൻ നിർമ്മിത യുദ്ധവിമാനം. 1971 പാകിസ്ഥാനുമായുള്ള യുദ്ധം, 1999 കാർഗിൽ യുദ്ധം, 2019 ബാലാക്കോട്ട് ആക്രമണം എന്നീ നിർണായക ഘട്ടങ്ങളിൽ ശബ്ദത്തേക്കാൾ വേഗതയിൽ പാഞ്ഞ് എതിരാളികളെ നേരിട്ട മിഗ് 21. ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായിരുന്ന മിഗ് 21 ഇനി ആകാശത്തേക്കില്ല, പകരം ചരിത്ര താളുകളിലേക്ക് ഇടം പിടിക്കുകയാണ്. 62 വർഷം നീണ്ട സുദീർഘ സേവനത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിരമിക്കുകയാണ് മിഗ് 21. സെപ്റ്റംബർ 26 മിഗ് 21ന്റെ അവസാനത്തെ പറക്കൽ. അതിഗംഭീരം, അതിസുന്ദരം, ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നി. മിഗ് 21ൽ 2255 ഫ്ലൈയിങ് മണിക്കൂർ പൂർത്തിയാക്കിയ വിംഗ് കമാൻഡറായിരുന്ന അവിനാശ് ചിക്തെ ഈ യുദ്ധവിമാനത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. മിഗ് 21നെ അവളെന്ന് വിശേഷിപ്പിച്ചായിരുന്നു ചിക്തെ വാചാലനായത്. അവളൊരു അമ്മയും സുഹൃത്തും വഴികാട്ടിയും ഒക്കെ ആയിരുന്നുവെന്ന് അവിനാശ് ചിക്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. 1963 സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മിഗ് 21 ആദ്യമായി ഇന്ത്യയിലെത്തിയത്. മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് ഇതിന് വേഗതയും കുറഞ്ഞ ചെലവും കൂടുതൽ ആകർഷകമായിരുന്നു. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിലൂടെ ഇന്ത്യയിൽ തന്നെ ഈ വിമാനം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും സ്വന്തമാക്കി. ഇന്ത്യ ഇതുവരെ 872 മിഗ് 21 വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് 19 സ്ക്വാഡ്രനുകളിലായി ഈ വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പല യുദ്ധങ്ങളിലും മിഗ് 21 നിർണായക പങ്കുവഹിച്ചു. 1971 പാകിസ്ഥാൻ യുദ്ധത്തിൽ വ്യോമാധിപത്യം നേടിയെടുക്കാൻ ഇത് സഹായിച്ചു. അതുപോലെ കാർഗിൽ യുദ്ധം, ബാലക്കോട്ട് ആക്രമണം എന്നിവയിലും മിഗ് 21 പ്രധാന പങ്കുവഹിച്ചു. കാലക്രമേണ മിഗ് 21ൽ പല മാറ്റങ്ങളും വരുത്തി. ബൈസൺ എന്ന മോഡൽ പുതിയ റഡാർ സംവിധാനങ്ങളും മിസൈലുകളും ഉൾപ്പെടുത്തി കൂടുതൽ മെച്ചപ്പെടുത്തി. എന്നാൽ ഈ വിമാനങ്ങൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിൽ കുപ്രസിദ്ധി നേടി. ഏകദേശം 500-ലധികം അപകടങ്ങളിൽ 170 പൈലറ്റുമാർ മരിച്ചു. അതിനാൽ ഇതിനെ പറക്കും ശവപ്പെട്ടി എന്ന് വിളിച്ചിരുന്നു. എന്നിരുന്നാലും മുതിർന്ന പൈലറ്റുമാരും ഉദ്യോഗസ്ഥരും ഇതിനെ പിന്തുണച്ചു. ഇന്ത്യൻ വ്യോമസേനയിലെ ധീരതയുടെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും പ്രതീകമായിരുന്നു മിഗ് 21 എന്ന് അവർ വാദിച്ചു. 2025 സെപ്റ്റംബർ 26 ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മിഗ് 21ന്റെ ഡീകമ്മീഷൻ ചടങ്ങ് നിർവഹിച്ചു. നമ്പർ 23 പാന്തേഴ്സ്, നമ്പർ 3 കോബ്രാസ് എന്നീ അവസാന സ്ക്വാഡ്രനുകളും വിരമിച്ചു. ഇനി ഈ വിമാനങ്ങൾ മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിക്കും. മിഗ് 21 വിരമിച്ചതോടെ ഇന്ത്യൻ വ്യോമസേന പുതിയ വെല്ലുവിളികൾ നേരിടുകയാണ്. സ്ക്വാഡ്രനുകളുടെ എണ്ണം കുറഞ്ഞു. തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് MK-1A പോലുള്ള വിമാനങ്ങൾ അടിയന്തരമായി വ്യോമസേനയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മിഗ് 21ന്റെ പാരമ്പര്യം പുതിയ തലമുറയിലെ പൈലറ്റുമാർക്ക് പ്രചോദനമാണ്. ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഇന്ത്യയുടെ വ്യോമശക്തി തദ്ദേശീയമായി വിമാനം നിർമ്മിക്കുന്നതിലേക്ക് വളർന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.